എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ ഐഡിയൽസിന്റെ കണ്ടിന്യൂഷൻ ആണ് നോക്കുന്നത്. അതായത് ചാപ്റ്റർ 14 ഫ്രം യുവർ ടെക്സ്റ്റ്. Okay, so ഒരു quick review. What is an ideal? Ideal is a subset of a ring R. It's a subgroup. As a group, additive group, it is a subgroup. And what is the definition? So, by the way, for simplicity, നമ്മൾ ഇനി അങ്ങോട്ട് താഴോട്ട് പറയുന്ന എല്ലാ കേസിലും വി നീഡ് ഓൺലി കമ്മ്യൂട്ടേറ്റീവ് റിംഗ്. അല്ലാന്നുണ്ടെങ്കിൽ എടുത്ത് പറയും മോസ്റ്റ്ലി വിത്ത് യൂണിറ്റി, മീൻസ് 1 അവിടെ ഉണ്ടാവും. യൂണിറ്റി മീൻസ് വാട്ട്? ദാറ്റ് ഈസ് 1 ബിലോങ്സ് ടു ആർ. മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. കമ്മ്യൂട്ടേറ്റീവ് റിംഗ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. ദാറ്റ് ഈസ് എ ബി ഈസ് ഈക്വൽ ടു ബി എ. അതുപോലെ 1 ആറിൽ ഉണ്ടാവും. ഈ രണ്ട് കണ്ടീഷൻസും ഇനി അങ്ങോട്ട് പറയുന്ന മിക്കവാറും എല്ലാ കേസിലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവും. സോ ഐഡിയലിന്റെ ഡെഫിനിഷൻ എന്താണ്? Ideal definition, it's a subring. Ideal is a subring and it satisfies A belongs to A, R belongs to R, implies AR element of R. കമ്മ്യൂട്ടേറ്റീവ് ആണെങ്കിൽ ആക്ച്വലി ഇത് ലെഫ്റ്റ് ഐഡിയൽ റൈറ്റ് ഐഡിയൽ ആണ്, പക്ഷെ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ആയതുകൊണ്ട് ഈ ഒറ്റ കണ്ടീഷൻ മതി അല്ലേ. ആർ എ ബിലോങ്സ് ടു എ, സോറി, ആർ എ ബിലോങ്സ് എ ആർ ബിലോങ്സ് ടു എ അല്ലേ. അതുപോലെ ആർ എ ബിലോങ്സ് ടു, ഈ രണ്ട് കണ്ടീഷനാണുള്ളത്. ആദ്യത്തെ കണ്ടീഷൻ ഉണ്ടെങ്കിൽ ലെഫ്റ്റ് ഐഡിയൽ എന്നും രണ്ടാമത്തെ കണ്ടീഷൻ ഉണ്ടെങ്കിൽ റൈറ്റ് ഐഡിയൽ എന്നും വിളിക്കും. ബട്ട് or in the other way around, but here we are considering only commutative ring, therefore we need only one condition, AR belongs to A. Okay, so this is the definition of ideal. Now I will do a problem related to ideal, which we will be using in several occasions. So what number I will give? Let me give 1401. I don't know the last number we have given. Either you can continue that numbering or you can follow this number. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് എഴുതുമ്പോൾ നോട്ട് പ്രിപ്പയർ ചെയ്ത് എഴുതുക. പ്രിപ്പയർ ചെയ്ത നോട്ട് നിങ്ങൾ എക്സാമിന് വരുമ്പോൾ സബ്മിറ്റ് ചെയ്യണം. അതാണ് നിങ്ങളുടെ അസൈൻമെന്റ് ആസ് വി ഡിഡ് ഇൻ ദ തേർഡ് സെമസ്റ്റർ. ലെറ്റ് ആർ ബി എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി. ഞാൻ എടുത്ത് പറയും മിക്കവാറും കേസിൽ, പറഞ്ഞില്ലെങ്കിലും അവർക്ക് അത് കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി. And A is an ideal in R, so that if 1 belongs to A, then A is the full ring R. ഒരു ഐഡിയലിനകത്ത് 1 ഉണ്ടെങ്കിൽ ഐഡിയൽ എന്ന് പറയുന്നത് ഫുൾ റിംഗ് തന്നെ ആയിരിക്കും. ഫുൾ റിംഗ് തന്നെ ആയിരിക്കും. വാട്ട് ഈസ് ദ പ്രൂഫ്? Given 1 belongs to A and A is an ideal. By definition, R into 1 belongs to A for all R belongs to R. That is, R belongs to A for all R belongs to R. So that hence, അതായത് റിംഗിലെ എല്ലാ എലിമെന്റ്സും ഇവിടെ ഉണ്ട്, എയിലുണ്ട്. ഹെൻസ് എ ഈസ് ഈക്വൽ ടു ആർ.
The proof is simple. So there is a remark. If ഒന്നല്ല ഇപ്പം ഒരു നോൺ സീറോ എലിമെന്റ് C belongs to A, and if R is a field, or I will write and if C has a multiplicative inverse in R, then also then A equal to R. What is the reason? Since C inverse belongs to R and C belongs to A, C inverse into C belongs to A. That means what is C inverse into C? It is 1 belongs to. 1 എയിൽ ഉണ്ടെങ്കിൽ എ എന്ന് പറയുന്ന മൊത്തം 6 ആയിരിക്കും നമ്മൾ 14 and by 1401. All right. Now what? Now the next question is, let A be an ideal in R and B belongs to R, comma B not belongs to A. So that capital B is equal to set of all BR plus A such that R belongs to R, comma A belongs to A is an ideal in R, which properly containing A. ഈ ഒരു ഇത് നമുക്ക് പിന്നീട് ഒരു പ്രൂഫിൽ ഈ ചാപ്റ്ററിൽ ആവശ്യമുണ്ട്. ഇതൊരു എക്സസൈസ് പ്രോബ്ലം ആണ്, ബട്ട് ഒരു പ്രൂഫിനിടയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. പ്രോപ്പർലി കണ്ടെയ്നിങ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എ ബിക്കകത്ത് ഉണ്ട് എന്ന് മാത്രമല്ല ബിക്കകത്ത് കൂടുതൽ എലിമെന്റ്സ് ഉണ്ട്. അതാണ് പ്രോപ്പർലി കണ്ടെയ്നിങ് എന്നുള്ള ഉദ്ദേശിക്കുന്നത്. സോ സൊല്യൂഷൻ എന്താ തന്നിരിക്കുന്നത്? ഒരു ഐഡിയൽ ആർ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ആണ്, ഞാൻ എഴുതുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ എടുത്ത് പറയുന്നുള്ളൂ. അപ്പം ബി എന്ന് പറയുന്ന എക്കകത്ത് ഇല്ലാത്തൊരു എലിമെന്റ് ആണ്. നമുക്കിത് ഐഡിയൽ ആണെന്ന് കാണിക്കണം. ഓക്കെ, ഐഡിയൽ എന്ന് കാണിക്കാൻ എന്തൊക്കെ വേണ്ടത്? ആദ്യം ഇതൊരു സബ് റിംഗ് ആകണം അല്ലെ. സോ ഫസ്റ്റ് പോയിന്റ് ബി ഈസ് എ സബ് റിംഗ്. അതിനെന്താ വേണ്ടത്? രണ്ട് കണ്ടീഷൻസ്, എയും ബിയും ഉണ്ടെങ്കിൽ എ മൈനസ് ബി ഉണ്ടായിരിക്കണം, എയും ബിയും അതിനകത്തുണ്ടെങ്കിൽ എ ബിയും ഉണ്ടായിരിക്കണം അല്ലെ. ലെറ്റ് എ കോമ ബി, സോ എയും ബി ഒന്നും നൊട്ടേഷൻ ഉപയോഗിക്കാൻ പറ്റില്ല, ഓൾറെഡി എയും ബി നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് എക്സ് കോമ വൈ ബിലോങ്സ് ടു ബി. ദെൻ എക്സ് ക്യാൻ ബി റിട്ടൺ ആസ് സം ബി r1 plus a1, y can be written as b r2 plus a2 അല്ലെ. ഡെഫിനിഷൻ അനുസരിച്ച് ബിയുടെ ഡെഫിനിഷൻ അനുസരിച്ച് ഫോർ സം r1, r2 belongs to R and a1, a2 belongs to A. ഇതാണ് ബിയുടെ ഡെഫിനിഷൻ. ആക്ച്വലി ഇതൊക്കെ പ്രൂഫ് നിങ്ങൾ തനിയെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പ്രൂഫൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ ടെക്നിക്കുകളെല്ലാം പഠിക്കുന്നത്. ബട്ട് നിങ്ങളുടെ എക്സാം ഇത്രയും എന്താ പറയുക വിചാരിച്ചിരിക്കാതെ ഷെഡ്യൂൾ ചെയ്തതുകൊണ്ട്, നേരത്തെ ഷെഡ്യൂൾ ചെയ്തതുകൊണ്ട് ഐ എം ഡൂയിങ് ഓൾ ദ ഡീറ്റെയിൽ.
അപ്പോൾ നമുക്ക് വേണ്ടത് എന്തൊക്കെയാ? Then what is x minus y? X minus y is clearly b into r1 minus r2 plus a1 minus a2 belongs to capital B by the definition അല്ലേ? And what is xy? xy ഇത് ഗുണിച്ച് കഴിച്ചൊക്കെ കിട്ടുമ്പോൾ എന്ത് വരും? ഓക്കെ, വിൽ ഡു ദാറ്റ്. സോ ഇത് ഗുണിക്കുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് ബി സ്ക്വയർ r1 r2 b r1 a2 b a1 r2 a1 a2 നമുക്ക് വേണ്ട ഫോമിലേക്ക് മാറ്റാം. ബി ഇനി പുറത്തെടുക്കുക. ബി പുറത്തെടുക്കുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് ബി r1 r2 r1 a2 പ്ലസ് a1 r2 പ്ലസ് a1 a2. ഇതിപ്പോൾ ഏത് ഫോമിലായി? ഇറ്റ് ഈസ് ബി ആർ പ്ലസ് എ ഫോമിലായില്ലേ? which is an element of capital B. What is R? Where I am taking R as B R1 R2 plus B R1 A plus R1 A2 plus A1 R2 and A as A1 A2. So this shows that B is a subring. Now what is remaining is B is an ideal. Let x belongs to R and y is equal to BR plus A belongs to B. My aim is to show that xy belongs to B. What is xy? Xy is x into BR plus A. This is same as BXR plus XA. This belongs to B since XR belongs to R, comma XA belongs to capital A. So note that here I am using the fact that A is an ideal. A is an ideal. So B is an ideal by the definition of ideal. In the B, now since A element of B, why A belongs to B? A can be written as B into 0 plus A. I'm sorry, really sorry. What I mean is B. Since B can be written as B into 1 plus 0 is an element of B. And B not belongs to A is properly contained in B. Properly contained എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിലായിരിക്കും വേണം. ഇതിനകത്തില്ലാത്ത ഒരു എലിമെന്റ് മറ്റേലും പ്രോപ്പർലി അതിന്റെ അകത്തായിരിക്കണം. ഈക്വൽ ആണെങ്കിലും സബ്സെറ്റ് ആണല്ലോ, പക്ഷെ ഇവിടെ ഈക്വൽ അല്ല, പ്രോപ്പർലി അതിന്റെ അകത്ത് കണ്ടെയ്ൻഡ് ആയിരിക്കണം. അപ്പോ ബി എന്ന് പറയുന്ന എലിമെന്റ് ക്യാപിറ്റൽ ബിക്കകത്തുണ്ട്, പക്ഷെ ക്യാപിറ്റൽ എക്കകത്തില്ല. ദാറ്റ് മീൻസ് ദിസ് പ്രോപ്പർലി കണ്ടെയ്ൻഡ്. Okay. Now the next question, 1403. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ I mean in the classroom we had defined principal ideal generated by A. The notation ഇത് തന്നെയായിരുന്നു നമ്മുടെ cyclic groupന്റെ notation ആണ്, but it is not exactly the cyclic group. So this is a set of all RA such that R belongs to R.
ഇതാണ് പ്രിൻസിപ്പൽ ഐഡിയൽ ജനറേറ്റഡ് ബൈ എ അല്ലേ. സോ ഹിയർ യു ആർ ആസ്ക്ഡ് ടു പ്രൂവ് ദാറ്റ്, and also note that we have defined the factor ring അല്ലേ, R over A. ഈ ഫാക്ടർ റിംഗ് എപ്പോഴാണ് ഡിഫൈൻ ചെയ്യുന്നത്? എ ഒരു ഐഡിയൽ ആവുമ്പോഴാണ് ആർ ഓവർ എ എന്ന് പറയുന്ന ഫാക്ടർ റിംഗ് ഡിഫൈൻ ചെയ്യുന്നത്. ഇതിനകത്ത് എലിമെന്റ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ആൾ എന്താണ്, എ ക്യാപിറ്റൽ എ സച്ച് ദാറ്റ് എ ബിലോങ്സ് ടു ആർ ഓർ ആർ ക്യാപിറ്റൽ എ. ലെഫ്റ്റ് കോസറ്റുകളാണ് അവിടുത്തെ എലിമെന്റ്. സോ ഹിയർ ദ ക്വസ്റ്റ്യൻ ഈസ് show that ആർ എക്സ് ഇതെന്താ സാധനം? പോളിനോമിയൽ റിംഗ്സ്. നമ്മൾ ഇപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. എന്നിട്ട് ഐഡിയൽ ജനറേറ്റഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എ എക്സ് പ്ലസ് ബി എ എക്സ് പ്ലസ് ബി പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 1. ഇവിടെ ഞാൻ ചെറുതല്ല, കറക്ഷൻ. നമ്മൾ ആർ ഓവർ എയിലെ ഓപ്പറേഷൻ എങ്ങനെയാ? അഡിഷൻ ആണ് അല്ലേ. നമ്മളിവിടെ അഡിഷൻ ആണ് കൺസിഡർ ചെയ്യുന്നത്. സോ ആർ ഓവർ എന്ന് എടുക്കുമ്പോൾ അവിടുത്തെ എലിമെന്റ്സ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ എഴുതിയതല്ല. ഇറ്റ് ഈസ് ആർ പ്ലസ് എ വിത്ത് ദാറ്റ് ആർ ബിലോങ്സ് ടു ആർ. അവിടുത്തെ ഓപ്പറേഷൻസ് എന്തൊക്കെയാ? R1 plus A plus R2 plus A is R1 plus R2 plus A. R1 plus A into R2 plus A is R1 R2 plus A. ഇതാണ് അവിടുത്തെ ഓപ്പറേഷൻ. Okay. So here this is equal to this A comma B belongs to R. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. കുറച്ച് കാര്യങ്ങൾ ഇവിടെ എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ട്, കാരണം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അത് പഠിക്കാത്തതുകൊണ്ട്. പോളിനോമിയൽ റിംഗ്സിനെ പറ്റി അടുത്ത ഒരു ചാപ്റ്റർ ഉണ്ട്, എന്നാൽ ഇവിടെ എനിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ ഞാൻ കൺസിഡർ ചെയ്യുന്നത് റിയൽ നമ്പേഴ്സ് മാത്രമാണ്. ഇവിടെ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സിന്റെ നൊട്ടേഷൻ. സോ വാട്ട് ഈസ് ആർ ഓഫ് എക്സ്? പോളിനോമിയൽസ്. പോളിനോമിയൽ റിംഗ് ഓവർ ആർ. ആർ എന്ന് പറയുന്ന ഏത് റിംഗ് ആയാലും മതി, പക്ഷേ ഈ ഒരു പ്രോബ്ലത്തിൽ 1403 എന്ന് പറയുന്ന പ്രോബ്ലത്തിൽ ഞാൻ കൺസിഡർ ചെയ്യുന്നത് റിയൽ നമ്പേഴ്സ് മാത്രമാണ്, റിയൽ പോളിനോമിയൽസ് ആണ്. ബട്ട് ഇൻ ജനറൽ ഇറ്റ് ക്യാൻ ബി എനി റിംഗ്. പോളിനോമിയൽസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അതിന്റെ കളക്ഷൻ മുഴുവൻ എടുത്തിട്ട് അതിലെ ഓപ്പറേഷനും കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ അത് പോളിനോമിയൽ റിംഗ് ആവും. അവിടുത്തെ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് യൂഷ്വൽ പോളിനോമിയൽസിന്റെ മൾട്ടിപ്ലിക്കേഷനും പോളിനോമിയൽസിന്റെ അഡിഷനും ആണ് അവിടുത്തെ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഞാൻ കൺസിഡർ ചെയ്യുന്നത് ആർ സെറ്റ് ഓഫ് ആൾ റിയൽ നമ്പേഴ്സിലെ റിയൽ പോളിനോമിയൽ. ഇപ്പൊ ഇതെന്ന് പറയുന്നത് അപ്പോൾ റിയൽ പോളിനോമിയൽസ് വിത്ത് റിയൽ കോഫിഷ്യൻസ്, റിയൽ നമ്പേഴ്സ് മാത്രം കോഫിഷ്യൻസ് വരുന്ന പോളിനോമിയൽ. അപ്പൊ നമുക്ക് ആ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ നോക്കാം. അപ്പൊ ഈ സൊല്യൂഷൻസ് ചെയ്യുമ്പോൾ കൂടുതൽ അതിനെപ്പറ്റി പഠിക്കാൻ നോക്കുക. എന്തെങ്കിലും ടേംസോ ടെർമിനോളജീസോ ഒന്നും അറിഞ്ഞൂടെങ്കിൽ ഇപ്പൊ നമുക്ക് എക്സാം അടുപ്പിച്ച് വന്നതുകൊണ്ട് നമുക്കത് മുഴുവൻ പഠിച്ചെടുക്കാൻ പറ്റാത്തതുള്ള കുറുക്ക് വഴി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലം ചെയ്യുമ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. മുഴുവൻ പഠിച്ചു തീർന്ന ശേഷം പ്രോബ്ലം ചെയ്യാൻ പ്രാക്ടിക്കലി നമുക്ക് സമയമില്ല. ദാറ്റ് ഈസ് ആക്ച്വലി ആൻ ഐഡിയൽ വേ. ബട്ട് ടൈം എക്കണോമിക്കൽ വേ എന്ന് പറയുന്നത് ഇതാണ്. സ്റ്റാർട്ട് ഫ്രം ദ പ്രോബ്ലം ആൻഡ് ഗോ ടു ദ കൺസെപ്റ്റ്. അപ്പോ ഞാനിവിടെ ഫാക്ടറിങ്, ഇതാണ് അവിടെ നമ്മള് ഫാക്ടറിങ്. ഏതാ? ദിസ് ഈസ് ദ ഫാക്ടറിങ്. ഫാക്ടറിങ് എന്ന് പറഞ്ഞാൽ എന്താ? റിംഗ് ഉണ്ടാവും, പിന്നെ ഓവർ എ, ഒരു ഐഡിയൽ എ അല്ലെ. ഇവിടുത്തെ ഐഡിയൽ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ഐഡിയൽ ജനറേറ്റഡ് ബൈ ദാറ്റ് പോളിനോമിയൽ. അപ്പോ ബൈ ഡെഫിനിഷൻ ഇതെന്താ? സോ ബൈ ഡെഫിനിഷൻ എന്റെ ഈ ഫാക്ടർ റിംഗ് എന്ന് പറയുന്നത് ബൈ ഡെഫിനിഷൻ എന്താണ്? എന്താ ഇവിടെ പറഞ്ഞ പോലെ
ഈ സൈഡ് നോട്ടിൽ പറഞ്ഞ പോലെ by definition this will be f of x plus ideal generated by x square plus 1, where f of x is a polynomial in R of x. ഇതാണ് അതിന്റെ ഡെഫിനിഷൻ. ഇനി എന്താ ചെയ്യണമെന്ന് അറിയാവോ? നമ്മൾ ഇൻഡിജേഴ്സിലെ ഡിവിഷൻ അൽഗോരിതം ഓർമ്മയുണ്ടല്ലോ. അതുപോലെ നമുക്ക് പോളിനോമിയൽസിലും ഡിവിഷൻ അൽഗോരിതം പറയാം. ഇൻഡിജേഴ്സിൽ എന്താണ് ഡിവിഷൻ അൽഗോരിതം? എ ഒരു ഇൻഡിജർ, ബി ഒരു നോൺ സീറോ ഇൻഡിജർ ആണെങ്കിൽ എ എനിക്ക് സം കോഷ്യന്റ് ഇൻറ്റു ബി പ്ലസ് ആർ എന്ന് എഴുതാം, വേർ സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ ബി അല്ലേ? സിമിലർലി യു ക്യാൻ ഹാവ് ദ ഡിവിഷൻ അൽഗോരിതം ഇൻ ഓൺ ദ പോളിനോമിയൽസ്. അപ്പൊ രണ്ട് പോളിനോമിയൽ തന്നാൽ ഒരു പോളിനോമിയലിനെ വേറൊരു പോളിനോമിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഒരു കോഷ്യൻ പോളിനോമിയൽ എന്നും പിന്നെ ഒരു റിമൈൻഡർ പോളിനോമിയൽ എന്നും നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. അതായത് ഇപ്പൊ ഞാൻ എഫ് ഓഫ് എക്സിനെ, ഇത് നിങ്ങൾക്ക് പുതിയ കാര്യമല്ല, പണ്ട് പഠിച്ചിട്ടുണ്ട് പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ടുവിനൊക്കെ, പഠിച്ചിട്ടില്ലെങ്കിലും വലിയ കാര്യമൊന്നുമില്ല. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയലിനെ എക്സ് സ്ക്വയർ പ്ലസ് കൊണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് എ കോഷ്യൻ. ഏതുപോലെ? നമ്മൾ ഇൻഡിജേഴ്സ് പോലെ യു വിൽ ഗെറ്റ് എ കോഷ്യൻ ആൻഡ് എ റിമൈൻഡർ ആർ ഓഫ് എക്സ്. ഈ റിമൈൻഡറിന്റെ പ്രത്യേകത, ഡിഗ്രി, പോളിനോമിയൽസിന് ഡിഗ്രി ഉണ്ട് അല്ലെ? ഒരു ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എക്സിന്റെ പവർ, ഹയസ്റ്റ് പവർ, നോൺ സീറോ കോഫിഷ്യന്റ് ആയിട്ട് വരുന്ന ഹയസ്റ്റ് പവർ ആണ്. അപ്പൊ ഡിഗ്രി എന്ന് പറയുന്നത് ഇവിടെ ആറിന്റെ കണ്ടീഷൻ നമ്മൾ ലെസ് ദാൻ എന്ന് പറയും. അവിടെ അത് നമ്പേഴ്സ് ആണ്. പോളിനോമിയലിൽ നമ്മൾ ഡിഗ്രി ഉപയോഗിച്ചാൽ പറയുക. അപ്പം ഇവിടെ ഡിഗ്രി എന്ന് പറയുന്നത് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതിനേക്കാൾ ഡിഗ്രിയെക്കാളും ചെറുതായിരിക്കും. So that means I can write f of x as q of x into x square plus 1 plus r of x, where, so by division algorithm on polynomial of division algorithm of polynomials, so where degree of r of x is less than, what is degree of x square plus 1? It is 2, so it is less than 2. എനിക്ക് അങ്ങനെ എഴുതാം, റൈറ്റ്? അപ്പോ ഹെൻസ് ഡിഗ്രി ഓഫ് ആർ ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ 2 എന്ന് പറഞ്ഞാൽ എന്താ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോ ഒന്നുകിൽ അത് 0 ഡിഗ്രി ആയിരിക്കും, അല്ലെങ്കിൽ അത് ഡിഗ്രി 1 ആയിരിക്കും. Therefore we can write, അപ്പോ ആർ ഓഫ് എക്സിനെ എങ്ങനെ എഴുതാം? ആ ഡിഗ്രി 1 0 എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും എ എക്സ് പ്ലസ് ബി എന്ന് എഴുതിക്കൂടെ? ഫോർ സം എ കോമ ബി ബിലോങ്സ് ടു ആർ. ഇവിടെ എ 0 ആകാം, ബി 0 ആകാം, എയും ബിയും വേണമെങ്കിലും 0 ആവാം, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഓക്കെ, അപ്പോ now what is f of x plus x square plus 1? This becomes f of x നെ ഞാൻ എങ്ങനെ എഴുതി? q of x into x square plus ideal generated by x square plus 1 plus r of x. r of x നെ ഞാൻ ഇപ്പോൾ എങ്ങനെ എഴുതി? ax plus b plus x square plus. നമ്മുടെ ഫാക്ടറിംഗിലെ മൾട്ടിപ്ലിക്കേഷൻ അനുസരിച്ച് ഇതിനെ എനിക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഇറ്റ് ഈസ് എക്സ് ദിസ് പ്ലസ് ഫാക്ടറിംഗിലെ അഡിഷന്റെ ഡെഫിനിഷൻ അനുസരിച്ച് ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഇവിടെ ഒരു ബ്രാക്കറ്റിങ്ങിന്റെ പ്രശ്നമുണ്ട്.
അത് ഞാൻ പ്രോപ്പർലി ബ്രാക്കറ്റ് ഉപയോഗിക്കാറുണ്ട്, പക്ഷേ എഫ് ഓഫ് എക്സിന് പകരമാണ് ഞാൻ ഉപയോഗിക്കുന്നത് ആ ഒരു നൊട്ടേഷൻ. സോ ഐ ഹാവ് ടു റൈറ്റ് സംതിങ് ഈസ് റോങ്. വാട്ട് ഐ എം റൈറ്റിംഗ്? ഓ ഹിയർ, റിയലി സോറി, ഇതില്ലല്ലോ, നോൺസെൻസ്. Now it is correct. Now it is correct. So therefore, by the definition of addition, I can write it as this plus x square plus 1, ideal generated by x square plus 1, plus ax plus b plus ideal generated by x square. Right? Split ചെയ്യാം. ഏത് ഞാൻ ഇവിടെ ആ ഫാക്ടറിങ്ങിലെ അഡീഷൻ ഇത് അവിടെ ഉപയോഗിച്ചു. So this is same as ഇത് x square plus 1 ഇവിടുത്തെ എലിമെന്റ് അല്ലേ. So this is exactly same as x square plus 1 plus, ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് കൂടുതൽ എഴുതുന്നുണ്ട്, അത് നിങ്ങളത് അത്ര ഫെമിലിയർ അല്ലാത്ത കാര്യങ്ങളായതുകൊണ്ടാണ്. ആക്ച്വലി ദീസ് ആർ ട്രിവിയൽ. ഇതിന്റെ റീസൺ എന്താ? സിൻസ് q ഓഫ് എക്സ് ഇൻറ്റു, ഇത് നമ്മൾ കോസ് എക്സ് പഠിച്ചപ്പോൾ പഠിച്ചതാണ്. ഇത് എവിടുത്തെ എലിമെന്റാ? അത് ഈ ഐഡിയൽ ജനറേറ്റഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വണ്ണിന്റെ എലിമെന്റ് ആണ്. അതിന്റെ ഡെഫിനിഷൻ തന്നെ അതല്ലേ, ഐഡിയൽ ജനറേറ്റഡ് ബൈ എ ഡെഫിനിഷൻ അതാ. അപ്പോൾ ഈ സാധനം ഇവിടുത്തെ എലിമെന്റാണ്. ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ദിസ് ഈസ് ദ സീറോ എലിമെന്റ്. ഇത് സീറോ എലിമെന്റ് അല്ലേ ഫാക്ടർ ഗ്രൂപ്പിലെ സീറോ എലിമെന്റ് ആണത്. ആർ ഓവർ എയുടെ സീറോ എലിമെന്റ് എന്ന് പറയുന്നത്, സീറോ എലിമെന്റ് ഏതാ? എ ആണ്. എ അല്ലെങ്കിൽ സീറോ പ്ലസ് എ ആണ് അവിടുത്തെ സീറോ എലിമെന്റ്. സോ ദിസ് ഈസ് എക്സാക്ട്ലി എ എക്സ് പ്ലസ് ബി പ്ലസ് ഐഡിയൽ ജനറേറ്റഡ് ബൈ എക്സ് സ്ക്വയർ. ഇതായിരുന്നു നമുക്കവിടെ ചെയ്യേണ്ടത്. ഇത് പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ പോളിനോമിയൽ റിംഗ്സിന്റെ കാര്യങ്ങൾ ആലോചിക്കുക, അതുപോലെ ഫാക്ടർ റിംഗിലെ ഓപ്പറേഷൻസിനെ പറ്റിയും ആലോചിക്കുക. അതൊക്കെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ആക്ച്വലി പ്രോബ്ലം ട്രിവിയൽ ആണ്, ബട്ട് യു ആർ ഫീലിംഗ് സം ഡിഫിക്കൽട്ടി, ഇറ്റ് ഈസ് ഓൺലി ബിക്കോസ് യു ആർ നോട്ട് ഫെമിലിയർ വിത്ത് ദ ഫാക്ടർ റിംഗ് ആൻഡ് പോളിനോമിയൽ. അത് അതിന്റെ ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ദീസ് ആർ ട്രിവിയൽ. So next we need a definition 1404. ഇത് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ, പ്രൈം ഐഡിയൽ ആൻഡ് മാക്സിമൽ ഐഡിയൽസ്. ഇതിൽ ആദ്യത്തെ പ്രൈം ഐഡിയൽ ആണ്. പ്രൈം ഐഡിയൽ എന്ന് പറയുന്നത് നമ്മുടെ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്ന പ്രൈം നമ്പേഴ്സിന്റെ ഒരു പ്രോപ്പർട്ടി എന്ന് വരുന്ന ഐഡിയയാണ് പ്രൈം നമ്പേഴ്സ്. നമ്മളിപ്പോൾ മുമ്പ് നമ്പർ തിയറി പഠിച്ചപ്പോൾ അവിടെ ഒരു യൂക്ലിഡ് ലെമ്മ പഠിച്ചായിരുന്നു പ്രൈം നമ്പേഴ്സിനെ പറ്റി. സോ P is a prime number if and only P divides AB implies P divides A or P divides B. ഇതായിരുന്നു അവിടെ യൂക്ലിഡ് ലെമ്മ എന്നൊക്കെ പറയുന്ന സാധനം. ഇത് പ്രൈംസിന്റെ ഒരു ക്യാരക്ടറൈസേഷൻ ആണ്. നമ്മൾ ഇൻഡിജേഴ്സിൽ പ്രൈം നമ്പേഴ്സിന്റെ ഒരു ക്യാരക്ടറൈസേഷൻ ആണ് ഈ പറയുന്ന യൂക്ലിഡ് ലെമ്മ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈ ഐഡിയ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രൈം ഐഡിയൽസ് ഡിഫൈൻ ചെയ്യുന്നത്. സോ ഡെഫിനിഷൻ നോക്കാം. ഈ പ്രൈം ഐഡിയൽ A of a commutative ring R is a proper ideal. Proper എന്ന് പറഞ്ഞാൽ മൊത്തം എൻ്റയർ റിംഗ് ആവണ്ട, അവിടെ ഇത് കണ്ടീഷൻ ട്രിവിയൽ ആണ്. പ്രോപ്പർ ഐഡിയൽ ഓഫ് ആർ
such that a comma b belongs to R and AB belongs to A imply A belongs to A or B belongs to A. So this is a definition. അത് രണ്ടും നോക്കൂ, ഫ്രെയിമിന്റെ പ്രോപ്പർട്ടിയും ഇതും തമ്മിൽ ലിങ്ക്ഡ് ആണ് അല്ലെ കാണുമ്പോൾ. അപ്പൊ നമുക്കത് എക്സാമ്പിൾ പറയുമ്പോൾ അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയാം. മാക്സിമൽ ഐഡിയലും കൂടെ ഡിഫൈൻ ചെയ്യാം. മാക്സിമൽ ഐഡിയൽ എന്ന് പറയുന്നത് ആ പേര് പറയുന്ന പോലെ തന്നെ അവിടെ ഏറ്റവും വലിയ ഒരു റിങ്ങിനകത്തുള്ള ഏറ്റവും വലിയ ഐഡിയൽ. അപ്പം ഏറ്റവും വലിയ ഐഡിയൽ എന്ന് പറയുമ്പോൾ റിങ് തന്നെ ഒരു ഐഡിയലാണ് അല്ലെ. ഏതൊരു റിങ് എടുത്താലും ആർ ഒരു ഐഡിയലാണ്, ആ റിങ് തന്നെ ഒരു ഐഡിയലാണ് ആറില്. അതുപോലെ സെറ്റ് സീറോയും ക്ലിയർലി ഐഡിയലാണ്. സെറ്റ് സീറോ ഐഡിയൽ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, അതിപ്പോൾ ആലോചിക്കണ്ട, അത് നമുക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട്. ആർ എന്തായാലും ഐഡിയലാണ്. സെറ്റ് സീറോ ഐഡിയൽ എന്നുള്ള ഞാൻ അവിടെ എനിക്ക് എന്തോ ഒരു കൺഫ്യൂഷൻ വന്നു. സെറ്റ് സീറോ എന്തുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം, സെറ്റ് സീറോ ഐഡിയൽ ആണ് അല്ലെ, സെറ്റ് സീറോ ഐഡിയൽ ആണ്, പ്രശ്നമൊന്നുമില്ല. ഐ എം സോറി, സെറ്റ് സീറോ ഐഡിയൽ തന്നെയാണ്. സെറ്റ് സീറോ പ്രൈം ഐഡിയൽ ആണോ ഇല്ലയോ എന്നുള്ളതായിരുന്നു എന്റെ ചിന്ത. അത് നമുക്ക് നോക്കാം, ആലോചിക്കണ്ട. സോ അപ്പൊ മാക്സിമൽ ഐഡിയലിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് മൊത്തം ആറാകരുത്, അതിന്റെ അകത്ത് നിൽക്കണം. പക്ഷെ അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന വേറെ ഐഡിയലൊന്നും വരരുത്, മൊത്തം ആറല്ലാതെ വേറെ ഐഡിയലൊന്നും വരരുത്. ഇപ്പൊ ഡെഫിനിഷൻ എഴുതുമ്പോൾ ആലോചിക്കുക, ഈ മാക്സിമൽ ഐഡിയൽ of a commutative ring R is a proper ideal, that also should be proper ideal of R such that maximal അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന വേറൊന്നുണ്ടെങ്കിൽ whenever B is an ideal of R and if A is contained in B, അങ്ങനെയാണെങ്കിൽ ഒരേ ഒരു പോസിബിലിറ്റി ഉള്ളൂ, then B is either A or B is മൊത്തം ഉള്ള. അതാണ് മാക്സിമൽ എന്നുള്ള കൺസെപ്റ്റ്. സോ ദാറ്റ് മീൻസ് എ ബിക്കകത്ത് ഉണ്ടെങ്കിൽ ഇവിടെ രണ്ട് പോസിബിലിറ്റി ഉള്ളൂ, ബി ഒന്നുകിൽ എ ആകണം, ബി അല്ലെങ്കിൽ ആർ ആകണം. എ കണ്ടെയ്ൻ ചെയ്യുന്ന പ്രോപ്പർ ഐഡിയൽസ് ഒന്നും ആറിനകത്ത് ഉണ്ടാകരുത്. അതാണ് മാക്സിമൽ ഐഡിയൽ എന്നുള്ള കൺസെപ്റ്റ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ 1405. Show that an ideal NZ, ഇത് എവിടുത്തെ ഐഡിയലാ? ഐഡിയൽ ഇൻ ഇസഡ് അല്ലെ. ഇസഡ് എന്ന് പറയുന്ന റിങ്ങിലെ ഐഡിയലാണ്. is a prime ideal if and only if n is a prime number. See, so this is the prime ideals are some sort of generalization, in fact generalization of prime numbers. Advanced algebra ഒക്കെ പഠിക്കുമ്പോൾ അവിടെ പ്രൈം ഐഡിയൽസ് ആണ് പ്രൈം നമ്പേഴ്സിന്റെ റീപ്ലേസ്മെന്റ്. ഓക്കെ, സൊല്യൂഷൻ ഈസ് എക്സാക്ട്ലി യൂക്ലിഡ് ലെമ്മ, അറിഞ്ഞില്ല. Suppose NZ is a prime ideal. You have to show that n is a prime number. നമ്മൾ യൂക്ലിഡിന്റെ
ക്യാരക്ടറൈസേഷനാണ് ഉപയോഗിക്കുന്നത്. Let n divides AB. Then ഞാൻ ഇതിന്റെ പ്രൂഫ് എഴുതി നോക്കിയില്ല, ഇപ്പോഴും ആലോചിക്കണേ. ബട്ട് ഇറ്റ് ഷുഡ് ബി ഈസി. എനിക്ക് എന്താ കാണിക്കേണ്ടത്? n പ്രൈം ആണെന്ന് ടു പ്രൂവ്. എന്താ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? ടു പ്രൂവ് n ഈസ് എ പ്രൈം നമ്പർ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് ഞാൻ n എ ബിയെ ഡിവൈഡ് ചെയ്തു എന്നെടുത്തു. That means what? AB is some q times n. So this implies AB belongs to NZ, right? തൊട്ട് മുകളിലത്തെ ഈ ഒരു ഇത് വേണ്ട, നേരിട്ട് എഴുതിയാലും മതി. n divides AB means AB divides NZ. So that implies, what is the definition of prime ideal? AB belongs to A implies A belongs to A or B belongs to A. അപ്പോൾ ഇവിടെ AB NZലുണ്ട്, NZ പ്രൈം ഐഡിയൽ ആയതുകൊണ്ട് A belongs to NZ or B belongs to NZ. Since NZ is a prime ideal. ഇനി അങ്ങോട്ടെല്ലാം പ്രൈം ഐഡിയൽ ഒന്നും പറയില്ല, പ്രൈം എന്നേ പറയും. So this implies n divides A or n divides. So that implies n is a prime number by Euclid lemma. നമ്പർ തിയറി പഠിച്ച യൂക്ലിഡ് ലെമ്മ. കോൺവേഴ്സ് ട്രിവിയൽ ആണ് അല്ലേ? കോൺവേഴ്സ് ഈസ് ട്രിവിയൽ. വൈ? അത് n പ്രൈം ആയാലും അല്ലെങ്കിലും ഐ എം സോറി, ട്രിവിയൽ ഇൻ ദ സെൻസ് ഇത് ഇപ്പൊ എഴുതിയതിന്റെ നേരെ പുറകോട്ട് എഴുതിയാൽ മതി. എന്താ ചെയ്യണ്ടേ? ചെയ്യണോ? ഐ വിൽ ഡു ദാറ്റ് ഓൾസോ. സപ്പോസ് n ഈസ് എ പ്രൈം നമ്പർ. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ആൻഡ് AB belongs to NZ. So then n divides AB. So that implies n divides A or n divides B, since n is a prime number. So that implies A belongs to NZ or B belongs to NZ. നമ്മൾ ആ മുകളിൽ എഴുതിയതിന്റെ തിരിച്ചതുപോലെ തന്നെ എഴുതിയാൽ. അപ്പൊ ഇതാണ്. അപ്പം നമ്മുടെ ഫസ്റ്റ് എക്സാമ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ്. നമ്മുടെ NZലെ പ്രൈം ഐഡിയൽസ് എന്ന് പറയുന്ന PZ ഫോമിലായിരിക്കും. PZ, where P is a prime number. ഇനി അവിടെ ഇപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ആലോചിക്കാവുന്ന. 1406. What are the maximal ideals of Z? ഈ ക്വസ്റ്റ്യന്റെ ആൻസർ വിൽ സീ സൂൺ. But one thing is that is 4Z a maximal ideal of Z? No. കാരണം 4Z എന്ന് പറയുന്നത് 2Zനകത്ത് കണ്ടെയ്ൻഡ്. 4ന്റെ മൾട്ടിപ്പിൾസ് മൊത്തം എടുത്തു കഴിഞ്ഞാൽ 2ന്റെ മൾട്ടിപ്പിളിനകത്തല്ലേ വരുള്ളൂ. 2Z എന്ന് പറയുന്ന ഇസഡിന്റെ ഒരു പ്രോപ്പർ ഐഡിയലാണ്.
അപ്പോ 4z മാക്സിമൽ ഐഡിയൽ അല്ല. ബട്ട് 2z is a maximal ideal. നിങ്ങൾ ചോദിക്കും വൈ. വൈയുടെ ആൻസർ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ആൻസർ നിങ്ങൾ ആലോചിച്ച് നോക്കും. 2zനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഐഡിയൽ ഉണ്ടോ എന്നൊക്കെ ബൈ ഹാൻഡ് ചെയ്ത് നോക്കാം. നമ്മൾ പക്ഷേ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിസൾട്ട് താഴെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. ബട്ട് അല്ലാതെ തന്നെ അത് ചെയ്തു നോക്കാം, ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പൊ ആ ക്വസ്റ്റ്യൻ അവിടെ നിൽക്കട്ടെ. 1406 അവിടെ നിൽക്കട്ടെ. Now 1407. In 1407, I would like to solve the following problem. Show that നമ്മൾ നേരത്തെ കണ്ട ഐഡിയൽ ജനറേറ്റഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1, ഈ സാധനം, ഈ ഐഡിയൽ ഈസ് എ മാക്സിമൽ ഐഡിയൽ ഇൻ ദ polynomial ring R of x. So solution, how to show that it is a maximal ideal. Maximal ideal എന്ന് കാണിക്കണമെങ്കിൽ ഇതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഐഡിയൽ എടുത്താൽ അത് മൊത്തം എൻ്റയർ ഐഡിയൽ ആകണം അല്ലെ, പ്രോപ്പർലി കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഐഡിയൽ എടുത്താൽ. അല്ലെങ്കിൽ അത് ഇത് തന്നെ ആകണം, ഐഡിയൽ ജനറേറ്റഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 തന്നെ ആകണം. സോ സപ്പോസ് x square plus 1, ideal generated by x square plus 1 is contained in A, it is contained in R of x for some ideal A of R of x. Suppose f of x belongs to A and f of x not belongs to A. അതായത് A properly അതിനെ contain ചെയ്യുന്നു എന്ന് വിചാരിച്ചു. So what will be the idea? Idea is to show that it is the entire ring R of x. Idea. By division algorithm. By division algorithm എന്ന് പറയുന്നില്ല, ഞാൻ മുകളിൽ നമ്മൾ എഴുതിയ സംഭവം ഉണ്ടല്ലോ, മുകളിൽ നമ്മൾ പ്രൂവ് ചെയ്ത അനുസരിച്ച്, shall I use directly? 1 minute. Okay. By division algorithm. Here we need this problem. അത് വേണമെങ്കിൽ ഇവിടെ സൊല്യൂഷൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാം. ഏതാ 1403. 1403 സൊല്യൂഷൻ എഴുതണ്ട, എസ് ആണെങ്കിൽ എഴുതിയാൽ മതി. 4 മാർക്ക് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ അത് എഴുതണമെന്നില്ല. ബൈ 1403 not by 1403, sorry, by division algorithm. നേരിട്ട് 1403 ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. വാട്ട് ഐ മീൻ ഈസ് ദാറ്റ് ബൈ ഡിവിഷൻ അൽഗോരിതം നമ്മൾ ആ 1403 ചെയ്ത അതേ ഐഡിയ ആണ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ 1403 by division algorithm, f of x can be written as q of x into x square plus 1 plus some ax plus b for some a comma b belongs to R. ഇവിടെ ഒരു വ്യത്യാസം എന്താണെന്ന് അറിയാമോ? എയും ബിയും മൊത്തം 0 ആകാൻ പറ്റില്ല. A not equal to 0 or B not equal to 0. കാരണം എന്താ? എയും ബിയും 0 ആയി കഴിഞ്ഞാൽ, what is the reason? If A equal to B equal to 0, then f of x will be an element of x square plus 1. കാരണം എയും ബിയും 0 ആയി കഴിഞ്ഞാൽ ഈ പാർട്ട് 0 ആയി. ഇതെന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 1, ഐഡിയൽ ജനറേറ്റഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 എലിമെന്റ് അല്ലേ.
അപ്പോൾ അതെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് so I'm continuously writing nonsense. F of x not element of ideal generated by x square plus 1. Not sorry. Suppose f of x belongs to A and f of x not belongs to ideal generated by x square plus 1. None of this. ഈ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യുമ്പോഴുള്ള പ്രശ്നമല്ല, നമുക്ക് ക്ലാസ്സിലാണെങ്കിൽ ആരെങ്കിലും ഒക്കെ ഇത് ഇങ്ങനത്തെ മണ്ടത്തരങ്ങൾ പറയും അല്ലേ. ഓക്കെ, ഐ ഷുഡ് ബി മോർ കെയർഫുൾ. സോറി. ഓൾ റൈറ്റ്. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സിനെ ഇങ്ങനെ എഴുതാം. So that implies ax plus b is equal to f of x minus q of x into x square plus 1. ഇനി എന്താ ചെയ്യാൻ പോകേണ്ടതെന്ന് അറിയാമോ? നമ്മുടെ ഈ പറയുന്ന പ്രോബ്ലം, ഇവിടുത്തെ ഐഡിയൻ്റെ ഈ പ്രോബ്ലം ആണ്. ഏതാ നമ്മൾ ഈ വീഡിയോ തുടങ്ങിയ സമയത്ത് ചെയ്ത 1401. അതായത് 1 ഉണ്ടെന്ന് കാണിക്കാൻ പോവാ. ഞാൻ ഏകത്ത് 1 അല്ലെങ്കിൽ ഒരു 1 ഉണ്ടെന്ന് കാണിക്കുന്നതിന് വരെ ഒരു നോൺ സീറോ കോൺസ്റ്റന്റ് ഉണ്ടെന്ന് കാണിച്ചാലും മതി അല്ലേ. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉള്ള ഒരു കോൺസ്റ്റന്റ് ഉണ്ടെന്ന് കാണിച്ചാലും മതി. ഇതിപ്പോ നമ്മുടെ റിംഗ് സെറ്റ് ഓഫ് ആൾ റിയൽ നമ്പേഴ്സ് ആയതുകൊണ്ട് ഒരു നോൺ സീറോ എലിമെന്റ് അതിനകത്ത് ഉണ്ടെന്ന് കാണിച്ചാൽ മതി. കാരണം റിയൽ നമ്പേഴ്സിനകത്ത് എല്ലാ നോൺ സീറോ എലിമെന്റിനകത്തും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ട്. എനിവേ, അപ്പോൾ ദാറ്റ് ഈസ് വാട്ട് ഐ ആം ഗോയിങ് ടു ഡു. For that, so note that ഈ എഫ് ഓഫ് എക്സ് മൈനസ് ക്യു എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്നത് എയിലെ എലിമെന്റ് ആയിരിക്കും അല്ലേ. കാരണം എഫ് ഓഫ് എക്സ് എയിലെ എലിമെന്റ് ആണ്, ഇതും എയിലെ എലിമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ആ ഡിഫറൻസ് എയിലെ എലിമെന്റ് ആണ്. Now note that a square x square minus b square, this is same as ax minus b into ax plus b, element of a. That is also trivial. കാരണം എന്താ, ഇത് എക്കകത്തുണ്ട്, അപ്പോൾ ഇതുകൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതും എക്കകത്തുണ്ട്. സിൻസ് എ ഇസ് എൻ ഐഡിയൽ. ഐഡിയലിന്റെ ഡെഫിനിഷൻ അനുസരിച്ച് ഇതുണ്ട്. ആൻഡ് എ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, ചെറിയൊരു മാനിപ്പുലേഷൻ ആണ് ഇത് എന്ന് പറയുന്നത്. ഇതല്ലേ, ഇതും എവിടെയുണ്ട്? എക്കകത്തുണ്ട്. അത് ഐഡിയൽ ജനറേറ്റഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1-നകത്തുണ്ട്. അതുകൊണ്ട് തന്നെ അത് എക്കകത്തുണ്ട്. ഹെൻസ് ഇതിന്റെ ഡിഫറൻസ് എ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ എക്സ് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എലിമെന്റ് ഓഫ് എ. വാട്ട് ഈസ് ദ ഡിഫറൻസ്? Difference is exactly a square plus b square element of a, and a square plus b square is not equal to 0. Since a square plus b square എന്തുകൊണ്ടാണ് സീറോ അല്ലാത്തത്? ഇതവിടെ നമ്മൾ എടുത്തിരിക്കുന്നതിന് എയും ബിയും ഒരുമിച്ച് സീറോ ആകില്ല. അതുകൊണ്ട് a square plus b square സീറോ ആകില്ല. Is an non-zero element, non-zero real number. It has a multiplicative inverse. By 1401, this implies A is exactly the full ring R of x. നമ്മൾ എന്താ പ്രൂവ് ചെയ്തത്? ഈ എക്സ് സ്ക്വയർ പ്ലസ് 1-നെ ഐഡിയൽ ജനറേറ്റഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1-നെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഐഡിയൽ ഉണ്ടെങ്കിൽ, അത് മൊത്തം പ്രോപ്പർലി കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഐഡിയൽ ഉണ്ടെങ്കിൽ അത് മൊത്തം ആർ ഓഫ് എക്സ് ആയാലേ പറ്റുള്ളൂ. സോ ബൈ ദിസ് ഷോസ് ദാറ്റ്
A is a maximal ideal at not A is mistake. Not A. Ideal generated by x square plus 1 is a maximal ideal in R of x. Okay, problem. So next problem 1408, which states that show that the same ideal x square plus 1 is not a prime ideal in ഞാൻ ഇവിടെ ഈ ഐഡിയൽ എക്സ് സ്ക്വയർ പ്ലസ് വൺ ജനറേറ്റ് ചെയ്യുന്നത് തന്നെയാണ്, പക്ഷെ ഞാൻ കൺസിഡർ ചെയ്യുന്ന റിംഗ് ഓഫ് പോളിനോമിയൽസ് ഒന്ന് മാറ്റുക. ഇസെഡ് ടു ഓഫ് എക്സ്. എന്താ വ്യത്യാസം? ആർ ഓഫ് എക്സ് എന്നുള്ള വ്യത്യാസം, ആർ ഓഫ് എക്സിലെ റിയൽ കോഫിഷ്യൻസ് ആയിരുന്നു. ഇസെഡ് ടു ഓഫ് എക്സ് ആണെങ്കിൽ ഇസെഡ് ടുവിലെ 0യും 1ഉം മാത്രമേ അവിടെ കോഫിഷ്യന്റ് ഉള്ളൂ. നോട്ട് ദാറ്റ് 2x സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്ന പോളിനോമിയൽ എന്തിന് ഈക്വലാ? ഇസെഡ് ടു ഓഫ് എക്സിൽ അത് 1ന് ഈക്വലാ അല്ലെ, ഇൻ ഇസെഡ് ടു ഓഫ് എക്സ്. അങ്ങനെ അതുപോലെയാണ്, അതാണ് വ്യത്യാസം. അവിടെ കോഫിഷ്യൻസ് എന്ന് പറയുന്നത് ഇസെഡ് ടുവിലെ എലിമെന്റ്സ്, അതായത് മോഡുലോ 2 അരിത്തമെറ്റിക് ആണ് അവിടെ എടുക്കുന്നത്. 0യും 1ഉം മാത്രമേ വരുള്ളൂ കോഫിഷ്യൻസ്. ബാക്കി എന്ത് വന്നാലും എനിക്ക് തന്നെ റെഡ്യൂസ് ചെയ്ത് 0യും 1ഉം കോഫിഷ്യന്റ് ആയിട്ടുള്ള പോളിനോമിയൽസ് ആയിട്ട് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ അടുത്ത ഓപ്പറേഷനും അതുപോലെ മോഡുലോ 2 അരിത്തമെറ്റിക് ആയിരിക്കും അവിടെ വരുന്നത്. ഇത് ഇസെഡ് ടു ഓഫ് എക്സിൽ പ്രൈം ഐഡിയൽ അല്ല, പക്ഷെ ആർ ഓഫ് എക്സിൽ അത് പ്രൈം ഐഡിയൽ ആണ്. അതും നമ്മൾ താഴെ പറയാൻ പോകുന്ന റിസൾട്ടിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇസെഡ് ടു ഓഫ് എക്സിൽ ഇത് പ്രൈം ഐഡിയൽ അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്. സോ സിൻസ് എക്സ് സ്ക്വയർ പ്ലസ് 1, ഇതിനെ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. കണ്ടുടനെ കണ്ണ് ചുരുക്കണ്ട, കാരണം ഇത് ഇസെഡ് ടു ഓഫ് എക്സിലാണ്. ഇസെഡ് ടു ഓഫ് എക്സില് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1, അതാണല്ലോ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ. ദിസ് ഈസ് എക്സാക്ട്ലി എക്സ് സ്ക്വയർ പ്ലസ് 1. കാരണം 2x 0 അല്ലേ. എക്സ് പ്ലസ് 1 the whole square belongs to z2. Sorry, whole square belongs to ideal generated by x square plus. But x plus 1 does not belong to ideal generated by x. അതായത് x plus 1 into x plus 1 ഐഡിയൽ, ആ ഐഡിയലിനകത്തുണ്ട്, പക്ഷേ എക്സ് പ്ലസ് 1 അതിനകത്തില്ല. എക്സ് പ്ലസ് 1 വരുമോ? എക്സ് സ്ക്വയർ പ്ലസ് 1ന്റെ മൾട്ടിപ്പിൾ ആണോ എക്സ് പ്ലസ് 1? ഇസെഡ് ടു ഓഫ് എക്സിൽ അതാണോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് ആലോചിക്കേണ്ടതുണ്ട് അല്ലേ. നിങ്ങൾക്ക് എളുപ്പം വെരിഫൈ ചെയ്യാവുന്നേ ഉള്ളൂ. ഡിഗ്രി ആർഗ്യുമെന്റ് നോക്കിയാൽ മതി. എക്സ് പ്ലസ് 1 എക്സ് സ്ക്വയർ പ്ലസ് 1നകത്ത് വരണമെങ്കിൽ എക്സ് പ്ലസ് 1നെ എനിക്ക് എങ്ങനെ എഴുതണം? സം ക്യൂ ഓഫ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് എഴുതണം. ഇതിന്റെ അർത്ഥം ഡിഗ്രി ഓഫ് എക്സ് പ്ലസ് 1 എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് ക്യൂ ഓഫ് എക്സ് പ്ലസ് ഡിഗ്രി ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ്. ഇത് 1 ആണ്. ഇതെന്ന് പറയുന്നത് സം നമ്പർ, ഡിഗ്രി ഓഫ് ക്യൂ ഇത് 2. സോ അത് പറ്റില്ലല്ലോ. 2 പ്ലസ് സം നോൺ സീറോ നമ്പർ, നോൺ നെഗറ്റീവ് നമ്പർ എനിക്ക് 1 ആകാൻ പറ്റില്ലല്ലോ. അതാണ് അവിടുത്തെ റീസൺ, ഡിഗ്രി ആർഗ്യുമെന്റ് വെച്ചിട്ട്. എക്സ് പ്ലസ് 1 അതിനകത്ത് ആകാൻ പറ്റില്ല. Hence, this ideal is not a prime ideal in Z2 of. അപ്പോൾ പ്രിൻസിപ്പൽ ഐഡിയൽസ് എല്ലാം പ്രൈം ഐഡിയൽസ് ആകണമെന്നില്ല നമ്മുടെ ഈ ഒരു എക്സാമ്പിളിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇനി ഈ സെക്ഷൻ എനിക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത് 2 പ്രധാനപ്പെട്ട റിസൾട്ടുകളാണ്. അപ്പോഴത്തേക്ക് ചാപ്റ്ററും കഴിയും, 14ാമത്തെ ചാപ്റ്റർ കഴിയും. We need more pages. അതിൽ ഒന്നാമത്തെ റിസൾട്ട്
1409. So that ഈ രണ്ട് റിസൾട്ട് പ്രൂവ് ചെയ്യുമ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ ചില ക്വസ്റ്റ്യൻസിന് ആൻസർ ഒക്കെ ആവും. 4Z അല്ലെ 2Z എങ്ങനെയാണ് ഇസഡിലെ മാക്സിമൽ ഐഡിയൽ ആവുന്നത്, അതുപോലെ ഐഡിയൽ ജനറേറ്റഡ് ബൈ x²+1 എങ്ങനെയാണ് R(x)ൽ റിയൽ പോളിനോമിയൽസിന്റെ റിങ്ങില് പ്രൈം ഐഡിയൽ ആകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. So that ഓക്കെ, ഞാൻ പറഞ്ഞ തൊട്ടുമുമ്പ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ ആലോചിക്കണം. ഓക്കെ, എനിവേ നമുക്ക് നോക്കാം. ഷോ ദാറ്റ് R/A is an integral domain. ഇന്റഗ്രൽ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താ? സീറോ ഡിവൈസേഴ്സ് ഇല്ലാത്ത റിംഗ് അല്ലേ? ഇന്റഗ്രൽ ഡൊമൈൻ if and only if A is a prime ideal. ഇനി ഇങ്ങോട്ട് പ്രൈം എന്നേ പറയുള്ളൂ, പ്രൈം ഐഡിയൽ എന്നും പറയലുണ്ടാവില്ല. പ്രൈം എന്ന് പറഞ്ഞാൽ പ്രൈം ഐഡിയൽ. പ്രൂഫ് സ്ട്രൈറ്റ് ഫോർവേഡ് ആണ്, നിങ്ങൾക്ക് തനിയെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഡെഫിനിഷൻ വെച്ചിട്ട് രണ്ട് സൈഡ് പ്രൂവ് ചെയ്യണം അല്ലെ? R/A ഒരു ഇന്റഗ്രൽ ഡൊമൈൻ ആണെങ്കിൽ A ഒരു പ്രൈം ഐഡിയൽ ആണെന്നും പ്രൂവ് ചെയ്യണം. A ഒരു പ്രൈം ഐഡിയൽ ആണെങ്കിൽ R/A ആ ഫാക്ടർ റിംഗ് ഇന്റഗ്രൽ ഡൊമൈൻ ആണെന്നും പ്രൂവ് ചെയ്യണം. സോ സപ്പോസ് R/A is an integral domain. Suppose R/A is an integral domain. So what is to prove? To prove A is a prime ideal. A is a prime ideal. Final എന്ത് ചെയ്യണം? Let AB belongs to capital A. AB capital A യിലെ എലിമെന്റ് ആണെങ്കിൽ AB plus A എന്തായിരിക്കും? This will be A. A means 0 plus അല്ലേ? So this implies what is AB plus A? A plus A into B plus A is equal to 0 plus. So പക്ഷേ ഈ A plus Aയും B plus Aയും ഒക്കെ എവിടുത്തെ എലിമെന്റ്? R/Aയിലെ എലിമെന്റ്. അപ്പൊ അതിന്റെ പ്രൊഡക്റ്റ് R/Aയിലെ ഒരു ഇത് എവിടുത്തെ പ്രൊഡക്റ്റ്? R/Aയിലെ പ്രൊഡക്റ്റ്. അപ്പൊ ആ പ്രൊഡക്റ്റ് 0 എലിമെന്റ് ആകുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒന്നെങ്കിലും 0 ആകണം. So that implies A plus A is equal to 0 or B plus A is 0 means A. R/Aയിലെ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ since R/A is an integral domain. So that implies what? A element of A or B element of A. നമുക്ക് എന്താ കിട്ടിയത്? AB Aക്കകത്തുണ്ടെങ്കിൽ A element of A or B belongs to A. Hence A is a prime ideal. Conversely, suppose R/A is an integral domain. I'm sorry, A is a prime ideal. ഇതെല്ലാം നമ്മൾ പ്രൂവ് ചെയ്ത് ഇനി അതിന് എന്താണ്? Suppose A is a prime ideal. What is to prove? To prove R/A is an integral domain. ഇന്റഗ്രൽ ഡൊമൈൻ ആണെന്ന് പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്യണം? അതിനകത്ത് 0 ഡിവൈസേഴ്സ് ഇല്ല എന്ന് കാണിക്കണം. പ്രൊഡക്റ്റ് 0 ആയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും 0 എന്ന് കാണിക്കണം. ആക്ച്വലി തൊട്ട് മുമ്പ് എഴുതിയതിന്റെ തിരിച്ചങ്ങ് എഴുതിയാൽ മതി.
suppose x plus a into y plus a is equal to 0 means what? 0 plus a. So that implies xy plus a is equal to 0 plus a. That implies xy belongs to a. So that implies x belongs to a or y belongs to a. Since a is a prime ideal. So that implies x plus a is equal to a or y plus a is equal to a. So that implies R over a has no zero divisors. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം. ഇവിടെ ആർ ഓവർ ഇന്റഗ്രൽ ഡൊമൈൻ ആണെന്ന് കാണിക്കാൻ അത് ആദ്യം കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി എന്നൊക്കെ കാണിക്കുന്നതാണ്. ബട്ട് അത് നമ്മൾ ഓൾറെഡി ഒരു തിയറത്തിൽ ചെയ്ത. അപ്പൊ ഇവിടെ എഴുതാ ക്ലിയർലി ആർ ഓവർ എ is a commutative ring with a unity. ആറ് കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ആണ്. ഞാൻ ഇവിടെ ക്വസ്റ്റ്യനിൽ അത് പറഞ്ഞു. ഇവിടെയും ആറെന്താ ഞാൻ പറഞ്ഞു എല്ലാത്തിലും അങ്ങനെയാണെന്ന്. എന്നാലും ആർ ഈസ് എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ആണ്. എന്നാലേ ഇത് വർക്ക് ചെയ്യുള്ളൂ. All these arguments works only for commutative ring with unity. And integral domain is a commutative ring with unity which does not contains any zero divisors എന്നാണ് ഡെഫിനിഷൻ. അപ്പോൾ ഇവിടെ എടുക്കുന്ന ആറ് തന്നെ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ആണ്. അതുകൊണ്ട് തന്നെ ആർ ഓവർ എയും കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ആണ്. അപ്പോൾ ഇത് ദിസ് ഷോസ് ദാറ്റ് ആർ ഓവർ എ ഹാസ് നോ സീറോ ഡിവൈസേഴ്സ്. Hence ആർ ഓവർ എ is an integral domain. And that completes the proof. So that is the one theorem, 1409. Now 1410. The last result in this chapter, which says that, show that again R is a commutative ring with unity. Show that R over A is a field if and only if A is a maximal ideal. Note that here also R is a commutative. R is a commutative ring with a unity. Okay, solution. Suppose R over A is a field. To prove A is maximal, let A is contained in some B which is contained in R. നമ്മൾ എന്ത് കാണിക്കും? ഒന്നുകിൽ ബി എന്ന് പറയുന്നത് മൊത്തം ആറാകും, അല്ലെങ്കിൽ ബി എന്ന് പറയുന്നത് എക്ക് ഈക്വൽ. ഞാൻ ആൻഡ് പ്രോപ്പർലി കണ്ടെയ്ൻഡ് ആണെന്ന് വിചാരിക്കുക. ബി ബിലോങ്സ് ടു ബി ആൻഡ് ബി നോട്ട് ബിലോങ്സ് ടു. നമ്മൾ നേരത്തെ ആ പോളിനോമിയൽ റിംഗ് പോളിനോമിയൽസിന് എക്സ് സ്ക്വയർ പ്ലസ് വണ്ണിന്റെ കേസിൽ ചെയ്ത ഐഡിയ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ബി സീറോ അല്ലെന്ന് വിചാരിക്കും. എൻ്റെ ഒരു എലിമെന്റ് ബിക്കകത്ത് ഉണ്ടായേ പറ്റുള്ളൂ, കാരണം എക്കകത്ത് സീറോ ഉണ്ട്. എക്കകത്ത് ഇല്ലാത്ത ഒരു എലിമെന്റ് എന്ന് എടുക്കുമ്പോൾ
ബി സീറോ അല്ല, ഓട്ടോമാറ്റിക്കലി ബി സീറോ അല്ല അല്ലേ? Then b plus a, b സീറോ അല്ല എന്ന് ഇവിടെ എടുത്ത് പറയണ്ട, ദാറ്റ് ഇസ് ട്രിവിയൽ അല്ലേ? b plus a is a non-zero element in R over A. കാരണം R over A യിൽ സീറോ എലിമെന്റ് എന്ന് പറഞ്ഞാൽ സീറോ പ്ലസ് എ ആണ്. ബി സീറോ അല്ല എന്ന് പറയുമ്പോൾ ബി പ്ലസ് എ is a non-zero element. Hence, since R over A is a field, നമ്മുടെ അസംഷൻ അനുസരിച്ച് R over A ഫീൽഡ് ആയതുകൊണ്ട് there exists C plus A belongs to R over A with B plus A into C plus A is the identity, unity element. Identity അല്ല, unit element. 1 plus A. 1 plus A ആണ് അവിടുത്തെ യൂണിറ്റ് എലിമെന്റ്. That is BC plus A is 1 plus A. ഒരു സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ BC minus 1 plus A is A അല്ലേ? ഫാക്ടർ ഗ്രൂപ്പിലെ കഴിഞ്ഞ നമ്മൾ ഗ്രൂപ്പ് പഠിച്ചപ്പോഴും ഒക്കെ പറഞ്ഞിരുന്നു, നോർമൽ ഫാക്ടർ ഗ്രൂപ്പിന്റെ ഓപ്പറേഷൻ ആലോചിക്കുക. ഇത് വെച്ചിട്ട് അതെങ്ങനെ എഴുതാം? So that implies what? BC minus 1 belongs to A. ഇവിടെ നിന്ന് വേണമെങ്കിൽ ജമ്പ് ചെയ്ത് സ്റ്റെപ്പ് എഴുതിയാലും കുഴപ്പമില്ല. Now I can write 1 as BC minus, ഞാൻ 1 minus BC എന്ന് എഴുതിയെങ്കിൽ ഒരു മൈനസ് ഒഴിവാക്കാം. ഇങ്ങനെ എഴുതാലോ. This is an element of A. Since BC belongs to A and BC minus 1 belongs to A. BC എന്തുകൊണ്ട് അയക്കാത്ത എലിമെന്റ് ആയത്? BC അയക്കാത്തുള്ള എലിമെന്റ് ആകാൻ കാരണം A അല്ലല്ലോ, I'm doing something wrong. Wait. What I need is, yes, correct. I need B. B ക്കകത്തല്ലേ വേണ്ട, സോറി. This belongs to B. Since സ്മോൾ ബി ക്യാപിറ്റൽ ബി ക്കകത്തുള്ള എലിമെന്റ് ആയതുകൊണ്ട് ബി സി എവിടുത്തെ എലിമെന്റ് ആയിരിക്കും? ബി സി എവിടുത്തെ എലിമെന്റ് ആയിരിക്കും? ബി സി ക്യാപിറ്റൽ ബിയിലെ എലിമെന്റ് ആയിരിക്കും. ഇനി ബി സി മൈനസ് 1 എവിടെയുണ്ട്? എയിലുണ്ട്. എ ബിക്കകത്ത് കണ്ടെയ്ൻഡ് ആണല്ലോ. So by coding 0 1, B 1 belongs to B implies B is the entire thing. Hence A is a maximal ID. So that is one part. ഒന്നുകൂടെ നോക്കാതെ, വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. നിങ്ങൾക്ക് തന്നെ ഒന്നും കൂടെ കേൾക്കാൻ, ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. പോസ് ചെയ്തിട്ട് എവിടെയാണോ നിങ്ങൾക്ക് മനസ്സിലാകാത്ത അവിടെ പോസ് ചെയ്ത് ഒന്നുകൂടെ കേൾക്കാം. സോ കോൺവേഴ്സ്ലി, suppose that A is a maximal ID in R. What is to prove? To prove R over A is a field. Clearly, R over A is a commutative ring. With unity.
So it is enough to prove that ഈ ഫീൽഡ് ആണെന്ന് കാണിക്കാൻ എന്ത് ചെയ്യണം? Every non-zero element has a multiplicative inverse. ഇത് മാത്രം കാണിച്ചാൽ മതി അല്ലേ? Every non-zero element has a multiplicative inverse. Let R plus A is a non-zero element in R. Non-zero element in R over A. That means what? R plus A not equal to A. അല്ലേ? അതാണ് നോൺ സീറോ എലിമെന്റ്. നമുക്ക് എന്താ കാണിക്കേണ്ടത്? എ ഒരു അല്ല ആർ ഓവർ എ ഫീൽഡ് എന്ന് കാണിക്കുന്നത് നമ്മളെ കയ്യിലുള്ളത് എ ഒരു മാക്സിമം ഐഡിയൽ എന്നാണ് നമുക്കുള്ളത് അല്ലേ? കൺസിഡർ the ideal B is equal to set of all BR plus A അപ്പോൾ അവിടെ ഞാൻ ബി എടുക്കണമെങ്കിൽ ഐ നീഡ് സംതിങ് എൽസ്. സോറി, നീഡ് വൺ മോർ സ്റ്റെപ്സ്. സപ്പോസ് A is contained in B is contained in I'm sorry. I am confusing with something. Just a minute. I have taken an R plus A. So that implies R not element of A. അതാണ് നമ്മളെ കയ്യിലുള്ളത്. ഞാൻ നൊട്ടേഷൻ ഒന്ന് മാറ്റാം. ഈ ആറ് എഴുതിയതാണ് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കിയത്. ഞാനത് ബി പ്ലസ് എ എന്ന് എഴുതാം. സോ കൺസിഡർ നമ്മൾ നേരത്തെ എഴുതിയ നൊട്ടേഷനുമായിട്ട് പൊരുത്തം വരുന്നതും അതാണ്. കൺസിഡർ ദ ഐഡിയൽ capital B is equal to set of all BR plus A. R belongs to R, A belongs to A. C 1402. 1402 അല്ലേ നമ്മൾ ആ ഒരു പ്രോബ്ലം? അതെ, 1402. അതൊരു ഐഡിയൽ ആണ് നമ്മൾ അവിടെ പ്രൂവ് ചെയ്യുന്നുണ്ട്. അത് നോക്കുക. B is an ideal properly containing capital A. Since A is maximal, B is equal to A. Since A is maximal, B is equal to A. That means what? നമുക്ക് ഓർക്കുക, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ആർ ഓവർ എ ഫീൽഡ് എന്നാണ്. ഞാൻ എവിടുന്ന സ്റ്റാർട്ട് ചെയ്ത് ഒരു നോൺ സീറോ എലിമെന്റ് എടുത്ത് സ്റ്റാർട്ട് ചെയ്തു. അതിനൊരു മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടെന്ന് കാണിക്കണം. അപ്പം അതുകൊണ്ട് ബി എന്ന് പറയുന്നത് മൊത്തം എ അല്ല ബി എന്ന് പറയുന്നത് മൊത്തം ആറാണ്. ആറിനകത്ത് യൂണിറ്റി ഉണ്ടല്ലോ, അതുകൊണ്ട് then or therefore 1 എന്ന് പറയുന്നതിനെ എനിക്ക് ഏത് ഫോമിൽ എഴുതാം? ബി ആർ പ്ലസ് എ എഴുതാം അല്ലേ? ബി ആർ പ്രൈം പ്ലസ് എ ഫോർ സം ആർ പ്രൈം ബിലോങ്സ് ടു ആർ ആൻഡ് എ പ്രൈം ബിലോങ്സ് ടു ആർ. Now what is B R prime plus A prime plus A? This is same as 1 plus. This is B R prime plus A plus A prime plus A.
is equal to 1 plus a. But what is a prime plus a? A prime plus a എന്ന് പറയുന്നത് അവിടുത്തെ a prime എയുടെ എലിമെന്റ് ആയതുകൊണ്ട് അത് a തന്നെയാണ്. This is same as b r prime plus a plus വേണ്ട equal to 1 plus. What is the reason? Since a prime plus a is a, as a prime belongs to a. Here it is a. R prime belongs to R and a prime belongs to a. So that implies b plus a into r prime plus a is equal to 1 plus. So that implies b plus a or r prime plus a is the multiplicative inverse of b plus a. Hence, a very non-zero element in R over A has a multiplicative inverse. And so, R over A is a field. Okay, so this is the proof. R over A is a field if and only if A is a maximal ideal എന്നുള്ളതിൻ്റെ പ്രൂഫ് ഇതാണ്. അപ്പോൾ ഒന്നുകൂടെ വായിച്ച് പഠിച്ച് കാണാതെ എഴുതി നോക്കാം. So finally there is one more problem included in that section chapter. That is yeah. No, this ഞാനത് എഴുതുന്നില്ല. That is simple. The ideal generated by x is a prime ideal in Z of x, but not a maximal ideal. അതിന് മുമ്പ് ഇത് പറയുന്നതിന് മുമ്പ് ഞാൻ ക്വസ്റ്റ്യൻ അവിടെ എഴുതാം. അതിന് മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ ക്ലിയർ ആക്കാം. ഞാനിവിടെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, എക്സാമ്പിൾ പറഞ്ഞിട്ട് ഇവിടെ 2z is a maximal ideal. What is z over 2z? Is a field. നമ്മൾ കണ്ടത് അല്ലേ? So that implies 2z is maximal by 1410 by 1410. This is not 1410, this is 1411. അപ്പോൾ ഈ ഒരു പ്രോബ്ലം എനിക്ക് തോന്നുന്നു വീഡിയോ ഒത്തിരി ലെങ്തി ആക്കുന്നില്ല. ഞാൻ ഈ ഒരു പ്രോബ്ലം അടുത്ത ഒരു പ്രോബ്ലം സെക്ഷനിൽ നമുക്ക് പറയാം. ഓൾറെഡി ഒത്തിരിയായി സമയം. അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഈ 14 this one is an exercise for me. Okay, thank you for watching.